എംബ്രോയ്ഡറി തുണികളിലും വസ്ത്രങ്ങളിലും നൂലും സൂചിയും ഉപയോഗിച്ച് അലങ്കാരപ്പണികൾ ചെയ്ത് ആകർഷകമാക്കുന്നതിനെ എംബ്രോയ്ഡറി എന്ന് പറയുന്നു. സാങ്കേതിക വിദ്യയിലുണ്ടായ വളർച്ചയും കൈകൊണ്ട് മാത്രം ചെയ്തിരുന്ന ഹാൻഡ് എംബ്രോയ്ഡറിക്ക് ഒപ്പം മെഷീൻ എംബ്രോയ്ഡറിയും പ്രചാരത്തിൽ വന്നു. മെഷീൻ കൊണ്ട് എളുപ്പത്തിലും വേഗത്തിലും ചിത്രം തുന്നൽ നടത്താമെങ്കിലും കൈകൊണ്ട് തയ്ക്കുന്ന എംബ്രോയ്ഡറിയുടെ വൈവിധ്യവും സവിശേഷതയും സൗകര്യവും എക്കാലത്തെയും ഫാഷൻ വസ്ത്രങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. എംബ്രോയ്ഡറി തയ്ക്കുമ്പോൾ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലുമുള്ള മുത്തുകൾ, സ്വീക്വൻസുകൾ, കല്ലുകൾ എന്നിവയും ഉൾപ്പെടുത്തി നിർമ്മിക്കുമ്പോൾ വസ്ത്രം കൂടുതൽ മൂല്യവർദ്ധിതവും ആകർഷകവുമായിത്തീരുന്നു. ഹാൻഡ് എംബ്രോയ്ഡറി കൈകൊണ്ട് എംബ്രോയ്ഡറി തയ്ച്ച് വസ്ത്രം അലങ്കരിക്കുന്നതിനെ ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറയുന്നു. ഇന്ത്യയിൽ മിക്ക സംസ്ഥാനങ്ങൾക്കും തനതായ എംബ്രോയ്ഡറി മാതൃകകൾ പരമ്പരാഗതമായി വളർന്നിട്ടുണ്ട്. വിവിധ തരം നൂലുകൾ, സൂചികൾ, മുത്തുകൾ, സ്വീക്വൻസുകൾ, കല്ലുകൾ ഇവയെല്ലാം ഉപയോഗിച്ച് എംബ്രോയ്ഡറി പൂർത്തിയാക്കാവുന്നതാണ്. കുറച്ച് സംസ്ഥാനങ്ങളുടെ തനതായ എംബ്രോയ്ഡറികൾ: ഫുൽക്കാരി പഞ്ചാബ്, കാന്ത വർക്ക് ബംഗാൾ, കസൂറ്റി കർണാടക, ചിക്കൻകാരി ഉത്തർപ്രദേശ്, സർദോഷി കാശ്മീർ, കച്ച് വർക്ക് ഗുജറാത്ത്, ഖമൽ ഖഡായി ആന്ധ്രാപ്രദേശ്, മെറ്റൽ ത്രെഡ് രാജസ്ഥാൻ.